ഇന്റീരിയർ ലാബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ തിരുവല്ല ചെയ്ത ഒരു കിച്ചണിൽ ഞങ്ങൾ ഒരു ഗ്യാസ് പുറത്ത് കൊടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞങ്ങളുടെ ഒരു തിരുവല്ലയിലെ സൈറ്റിൽ നമ്മൾ കിച്ചണിനകത്ത് നമ്മൾ സിലിണ്ടർ കൊടുക്കാതെ പുറത്ത് സിലിണ്ടർ കൊടുത്തിട്ട് നമ്മൾ അകത്തോട്ട് മറ്റേ സിലിണ്ടറിൻ്റെ കണക്ഷൻ എടുക്കുന്ന രീതിയിൽ നമ്മൾ കോപ്പർ പൈപ്പ് വെച്ച് എടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഇൻറ്റീരിയേഴ്സിലും കിച്ചണൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം കിച്ചണിനകത്ത് സിലിണ്ടർ ഉപയോഗിക്കുന്നതിൽ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വലിയൊരു മറ്റേ എന്താണ് പറയുക, ഇപ്പം കിച്ചണിന് ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ലീക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ കിച്ചണിനെ അത് ബാധിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു സെക്യൂരിറ്റിയൊക്കെ നല്ലതാണ് നമ്മൾ ഈ സിലിണ്ടറിനെ നമ്മൾ പുറത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇപ്പോൾ ഒരു സൈറ്റിൽ തിരുവല്ലൊരു സൈറ്റിൽ നമ്മൾ ചെയ്തപ്പം അവിടെ നമ്മൾ ചെയ്തൊരു ഇതാണ്. അപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഗ്യാസൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ അത് എടുത്തുകൊണ്ട് പോകാനും കൊണ്ടുവയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഇത് പുറത്താകുമ്പോൾ. ഇത് വീടിനകത്താകുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഈ എടുത്ത് കൊണ്ടുപോകാനും വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അവർക്ക് വീടിനകത്താകുമ്പോൾ ആൾക്കാർ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ ഒരു പ്രൈവസിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം.